Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Last class നമ്മൾ എവിടെ വരെ ഡിസ്കസ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? Vestibule training. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണത്. നമ്മള് ടെസ്റ്റ് ആയിരുന്നു. Advantages of test. അഡ്വാൻറ്റേജ് ഓഫ് ടെസ്റ്റ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ? ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു. അത് മൊത്തം പറഞ്ഞു. അത് പറഞ്ഞു. നമ്മൾ ഇനി പോവാവുന്നത് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ ആണ്. നമ്മൾ ആദ്യം എന്താണ് നമ്മൾക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്? സെലക്ഷന്റെ സ്റ്റെപ്പുകളാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം ഇന്റർവ്യൂ പറഞ്ഞു, ആപ്ലിക്കേഷൻ ഫോമിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് സെലക്ഷൻ ടെസ്റ്റും സെലക്ഷൻ ടെസ്റ്റിന്റെ ടൈപ്സും ഇപ്പോൾ സെലക്ഷൻ ടെസ്റ്റിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും വരെ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ ആണ്. നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ? ഒരു ഇന്റർവ്യൂ ആരൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഇന്റർവ്യൂ ആരും ചെയ്തിട്ടില്ല? ഇന്റർവ്യൂവിനൊന്നും പോയിട്ടില്ല ആരും? ഓക്കെ, അപ്പോ ആരും പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും അല്ലെ? അതൊന്നും വേണ്ട. നമ്മൾ ഇന്റർവ്യൂ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ എങ്ങനെയാണോ അവിടെ പെരുമാറുന്നത്, നമ്മുടെ ബിഹേവിയർ, എല്ലാ കാര്യങ്ങളും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിൽ നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. സെലക്ഷൻ പർപ്പസിന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? ഇന്റർവ്യൂ. ഇത് എംപ്ലോയിനെ കുറിച്ചിട്ടുള്ള ആ ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന്റെ ബിഹേവിയർ, കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ആണ് അല്ലെ? മേ ബി ഓൺലൈൻ ആയിട്ട്, ഇന്ന് ഓൺലൈൻ ആയിട്ടൊക്കെ ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ. നമ്മള് എന്താ പറയാ, വേൾഡിന് പുറത്താണ് അല്ലെങ്കിൽ നമ്മുടെ കൺട്രിക്ക് പുറത്താണെങ്കിൽ ഓൺലൈൻ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഫേസ് ടു ഫേസ് ഉള്ള ഒരു കോണ്ടാക്ട് ആണ് എന്ത്? ഇന്റർവ്യൂ. ഓക്കെ, മിലൻ മ്യൂട്ട് ഇട്ടോ. പേഴ്സണാലിറ്റി ഓഫ് ആൻ ആപ്ലിക്കന്റ്, ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിനെ കുറിച്ചിട്ട് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. നമുക്ക് ആ വ്യക്തിയുടെ ഇന്റലിജൻസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ വ്യക്തിയുടെ ഇൻട്രസ്റ്റുകൾ, ലൈക്സ്, ഡിസ്ലൈക്സ്, ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ ലൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നൊക്കെ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ കിട്ടും. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എന്ത്? എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഇന്റർവ്യൂസ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ സെലക്ഷൻ പ്രോസസ്. നമുക്കറിയാം സെലക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് എന്ത്? ഇന്റർവ്യൂ. വിച്ച് അലൗസ് ആൻ എംപ്ലോയർ ടു വ്യൂ ദ ഓവറോൾ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. നമ്മളിവിടെ ഒരു എംപ്ലോയർ എന്താ വ്യൂ ചെയ്യുന്നത്? ഒരു ഇൻഡിവിജ്വലിന്റെ ഫുൾ ഓവറോൾ പേഴ്സണാലിറ്റി ആൻഡ് ഫ്രീലി ഇവാലുവേറ്റ് ഹിസ് ബിഹേവിയർ. അദ്ദേഹത്തിന്റെ ബിഹേവിയർ എങ്ങനെയാണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഇന്റർവ്യൂ ഇസ് എ മോഡ് ഓഫ് മേക്കിംഗ് ഫേസ് ടു ഫേസ് കോണ്ടാക്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ആണ് ഇന്റർവ്യൂവിൽ വരുന്നത്. ഇൻ ഓർഡർ ടു അക്വയർ എ ബേസിക് അബൌട്ട് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ആപ്ലിക്കന്റ്. അപ്പൊ നമ്മൾ ഫേസ് ടു ഫേസ് കോണ്ടാക്ടിൽ വരുന്നതിലൂടെ നമുക്ക് ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആപ്ലിക്കന്റിന്റെ പേഴ്സണാലിറ്റിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഐഡിയ കിട്ടും. അദ്ദേഹത്തിന്റെ നോളജ്, ഇന്റലിജൻസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഐഡന്റിഫൈ ഹിസ് ഇന്റലിജൻസ് and the span of interest and general attitude towards the life. ആ വ്യക്തിയുടെ ലൈഫിനോടുള്ള ജനറൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും? ഈ ഇന്റർവ്യൂ, എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. അക്കോർഡിംഗ് ടു സ്കോട്ട്, an interview is a powerful exchange of ഐഡിയാസ്. അപ്പൊ ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പവർഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആണ്. ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാണ്. ആൻസറിങ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ആൻസർ ചെയ്യുന്നു. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 or more persons. സാധാരണയായിട്ട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ മേ ബി 2 വ്യക്തികളായിരിക്കും, or 2 or more persons ഉണ്ടാവാം. In simple words, an interview can be described as an effort to obtain maximum information about the candidates. നമുക്ക് ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള മാക്സിമം ഇൻഫർമേഷൻസ്
എന്ത് ചെയ്യുക, ഒപ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇന്റർവ്യൂവിന്റെ ഒരു പ്രത്യേകതയാണ്. മാക്സിമം ഇൻഫർമേഷൻസ് അക്യൂർ ചെയ്യാം. The candidates regarding his fitness for the job. നമ്മൾ എന്തിനാണ് മാക്സിമം ഈ ഇൻഫർമേഷൻസ് അക്യൂർ ചെയ്യണത്? നമ്മുടെ കാൻഡിഡേറ്റ്സ് ഈ ജോബിന് ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട്, ആ ജോബ് പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. 1 minute, നിങ്ങൾക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇല്ല മാം. ഓക്കെ, ക്ലാസ് ഓക്കെ ആണോ? ചോദിച്ചേട്ടോ. ഇനി നമ്മൾ കോമൺലി മെയിൻ ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആണ് പറയുന്നത്. പ്രിലിമിനറി ഇന്റർവ്യൂ, then core interview, and the last one is the decision making interview. 3 ടൈപ്സ് ഇന്റർവ്യൂസ് ഉണ്ട്. അതിലും 0 സബ്ഡിവിഷൻസ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മള് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ, there are various types of interview. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നതിലും കൂടുതൽ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് ഉണ്ട്, which are used for obtain various kinds of information. നമ്മള് ഇത് എന്തിനു വേണ്ടി കണ്ടക്ട് ചെയ്യണമെന്ന് വെച്ചാൽ which are used എന്തിനു വേണ്ടിയാണ്, വേരിയസ് കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ടു ഇവാലുവേറ്റ് ദ കാൻഡിഡേറ്റ് സ്കിൽ, എന്തിനാണ് കാൻഡിഡേറ്റ്സിന്റെ സ്കിൽ എന്താണ്, നോളജ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഓൺ വെറൈറ്റീസ് ഓഫ് ബേസ്, ഒരുപാട് ബേസിലാണ്, ഓരോ ജോബിനനുസരിച്ച് ഓരോ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. എംപ്ലോയ്മെന്റ് കാറ്റഗറീസ് ഇൻടു ഫോളോയിങ്, താഴെ പറയുന്നതായിട്ട് ഇന്റർവ്യൂസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് പ്രിലിമിനറി ഇന്റർവ്യൂ ആണ്. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണ് അല്ലെ, ഓർമ്മയുണ്ടോ? ഡിസ്കസ് ചെയ്തത് ഓർമ്മയുണ്ടോ? സെലക്ഷൻ പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്സ് ആണ് പ്രിലിമിനറി ഇന്റർവ്യൂ. അപ്പൊ നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്തതിന് ശേഷം ഇന്റർവ്യൂ ഫസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞേക്കോ. ജസ്റ്റ് ഒന്നും കൂടി ഇവിടെ സമ്മപ്പ് ചെയ്യുന്നുള്ളൂ. Preliminary interview is a conversation between the candidates and the personal manager regarding the basic aspect of the job. ഇവിടെ preliminary interview എന്താ കൺവെർസേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സും പേഴ്സണൽ മാനേജറും തമ്മിൽ ഒരു കോണ്ടാക്റ്റിൽ വരാണ്. ജോബിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആസ്പെക്ട്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ജോബിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, വർക്കിംഗ് കണ്ടീഷൻ എന്താണ്, സാലറി എന്താണ്, അതർ ബെനിഫിറ്റ്സ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദിസ് ഹെൽപ്സ് ആൻ ഓർഗനൈസേഷൻ ഇൻ എലിമിനേറ്റിംഗ് ഇനാഡ്യൂക്കേറ്റ് പീപ്പിൾ. ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഇനാഡ്യൂക്കേറ്റ് ആയിട്ടുള്ള പീപ്പിൾസ്, എന്താ പറയുക, അൺക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ റിജക്ട് ചെയ്യാൻ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഹെൽപ്പ് ദ കാൻഡിഡേറ്റ് ടു ഡിസൈഡ് വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ ജോബ്. അപ്പോൾ കാൻഡിഡേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ എന്താണ്, ഈ ജോബ് അക്സെപ്റ്റ് ചെയ്യണോ ഓർ റിജക്ട് ചെയ്യണോ എന്നൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രിലിമിനറി ഇന്റർവ്യൂ ക്യാൻ ബി ഡിവൈഡ് ഇൻടു ഫോളോയിങ് ടൈപ്പ്. താഴെയായിട്ട് 2 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിലിമിനറി ഇന്റർവ്യൂവിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻഫോർമൽ ഇന്റർവ്യൂ, ഒന്ന് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്. എന്താണ് ടൈപ്സ് ഓഫ് പ്രിലിമിനറി ഇന്റർവ്യൂ? ഇൻഫോർമൽ ഇന്റർവ്യൂ ആൻഡ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്. ഓക്കെ, ഇൻഫോർമൽ ഇന്റർവ്യൂ ആണ്. An informal interview can be conducted at any place. Informal interview നമുക്ക് എവിടെ വേണമെങ്കിലും കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. By the HR manager to obtain the fundamental and non-job related information. നമുക്ക് ജോബിനെ കുറിച്ചിട്ട് വേക്കൻസി ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് അപ്ലൈ ചെയ്യാൻ ചെന്നു എന്ന് വിചാരിക്കും. ആ സമയത്ത് അറ്റ് ടൈം നടത്തുന്ന ഇന്റർവ്യൂ ആണ് ഇൻഫോർമൽ ഇന്റർവ്യൂ. നമ്മൾ പേഴ്സണൽ മാനേജർ, HR മാനേജറിനോടൊപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് എന്തൊക്കെയാണ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. അതാണ് ഇൻഫോർമൽ ഇന്റർവ്യൂ. Then unstructured interview ആണ്. And unstructured interview provides freedom to the candidates so that they can disclose about their knowledge. അപ്പൊ നമ്മൾ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഈ കാൻഡിഡേറ്റ്സ് തന്നെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലേക്ക് ചെല്ലുന്നതും നമ്മുടെ നോളജും കാര്യങ്ങളെല്ലാം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് to the candidates so that they can disclose their knowledge in various topics, field, their background, expectation, interest, etc. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. Likewise, the interviewer is also allowed to share the information on various topics incurred by the candidates. അപ്പൊ നമ്മൾ ഇന്റർവ്യൂർ എന്ത് ചെയ്യും, കാൻഡിഡേറ്റ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. സാലറി പാക്കേജ് എത്രയാണ്, വർക്കിംഗ് കണ്ടീഷൻ എത്രയാണ്, വർക്കിംഗ് അവേഴ്സ് എത്രയാണ്,
നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും, ഇന്റർവ്യൂ കാൻഡിഡേറ്റ്സ് ചോദിക്കും. ആ കാൻഡിഡേറ്റ്സ് ചോദിക്കുന്ന ഇൻഫർമേഷനും എന്ത് കൊടുക്കും, മറുപടി ആര് കൊടുക്കും, ഇന്റർവ്യൂവർ കൊടുക്കും. ഇതിനെ പറയുന്ന പേരാണ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഫുൾ ഫ്രീഡം ആർക്കാണ് കൊടുക്കുന്നത്, കാൻഡിഡേറ്റ്സിനാണ് കൊടുക്കുന്നത്. കാൻഡിഡേറ്റ്സിന് അവരുടെ നോളജിനെ കുറിച്ചിട്ടും അവർക്ക് അറിയാവുന്ന ടോപ്പിക്സും ഫീൽഡും അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഓർഗനൈസേഷനിൽ ഇന്റർവ്യൂവറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ഇന്റർവ്യൂവറിനോട് ഈ ജോബിന് എന്താണ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാലറി, അല്ലെങ്കിൽ സാലറി പാക്കേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും ഒരു ബെസ്റ്റ് ആൻഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേ ആണ് ഏത്, അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ. ആദ്യം ടൈപ്സ് ഓഫ് ഇന്റർവ്യൂവിൽ നടത്തുന്ന പ്രിലിമിനറി ഇന്റർവ്യൂ ആണ്. അതിൽ കോമൺ ആയിട്ട് വരുന്ന 2 ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ആണ് എന്ത്, ഇൻഫോർമൽ ഇന്റർവ്യൂ ആൻഡ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താണ് ഇന്റർവ്യൂ എന്നും എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്നും ടൈപ്സ് ഓഫ് ഇന്റർവ്യൂല് പ്രിലിമിനറി ഇന്റർവ്യൂ എന്താണെന്നുള്ളതും നോക്കാം കേട്ടോ. ഒന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്ത് നോക്കിയാ ഓക്കെ ആണോ? ഇപ്പൊ നമ്മള് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂല് പ്രിലിമിനറി ഇന്റർവ്യൂ നോക്കി. ദെൻ നെക്സ്റ്റ് ഇന്റർവ്യൂ ആണ് കോർ ഇന്റർവ്യൂ കേട്ടോ. കോർ Core interview are generally a communication between the candidates and the line manager or expert on different areas of job knowledge, skills, talent, etc. അപ്പൊ നമ്മള് കോർ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് സാധാരണയായിട്ട് കാൻഡിഡേറ്റ്സും ലൈൻ മാനേജറും ആയിരിക്കും. പക്ഷെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ആ ഹെഡുകളെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ലൈൻ മാനേജർ ആയിട്ടായിരിക്കും ഇന്റർവ്യൂസ് നടക്കുന്നത്. ആ ഒരു ജോബില്ല, അല്ലെങ്കിൽ ആ ജോബിനെ കുറിച്ച് നോളജ് ഉള്ള സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. Core interviews can be divided into following types. Core interviews നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 5 ടൈപ്പ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്.
സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ സ്ട്രെസ് ലെവൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് ഇവാലുവേറ്റ് ചെയ്യും. ഇൻഫോർമൽ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, ഇൻഫോർമൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ദെൻ പാനൽ ഇന്റർവ്യൂ, ലാസ്റ്റ് വൺ ഗ്രൂപ്പ് ഇന്റർവ്യൂ ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. Background information interview. The purpose of this interview is to collect information which cannot be obtained through the application form. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം യൂസ് ചെയ്ത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റാത്ത ഇൻഫർമേഷനൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂയിലൂടെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഓൾസോ യൂസ് ടു വെരിഫൈ ദ ഇൻഫർമേഷൻ വിച്ച് ആർ കളക്ടഡ് ടു ദ ആപ്ലിക്കന്റ് ഫ്രം സച്ച് ആസ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാൻഡിഡേറ്റ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത്, ഡൊമസ്റ്റിൽ എന്താണ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, ഹെൽത്ത് എങ്ങനെയാണ്, ഇൻട്രസ്റ്റുകൾ, ഹോബീസ് ഉണ്ടാവും, ലൈക്സ് ഉണ്ടാവും, ഡിസ്ലൈക്സ് ഉണ്ടാവും, ഓർ ഇനി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ആക്റ്റീവ് ആണ്, ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാറുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂവിൽ നമുക്ക് കാൻഡിഡേറ്റ്സിനോട് നേരിട്ട് ചോദിച്ച് അത് അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് ഓഫ് കോർ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കോർ ഇന്റർവ്യൂ ആണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ. ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഫോം വെച്ച് കളക്ട് ചെയ്യാൻ പറ്റാത്ത ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ വെച്ച് നമുക്ക് ഇന്റർവ്യൂവിൽ നമുക്ക് കാൻഡിഡേറ്റ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് ഫസ്റ്റ് ഇന്റർവ്യൂ. നമുക്കറിയാലോ ഓരോ ജോബിനും അതിൻ്റെതായ പ്രഷറും അതിൻ്റെതായ സ്ട്രെസ്സും ഉണ്ട്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ആ പ്രഷർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി എങ്ങനെയാണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രസ്റ്റ് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആ കാൻഡിഡേറ്റ്സ് എങ്ങനെയാണ് ട്രസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കഴിവ് എന്താണ്, അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി എന്താണെന്ന് നമുക്ക് ഈ ഒരു ട്രസ്റ്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. Trust interview is formulated to evaluate the candidate's behavior on the job and their survival level during the time of pressure or stress. അപ്പോ ആ കാൻഡിഡേറ്റ്സിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, അദ്ദേഹത്തിന്റെ ജോബിന്റെ സമയത്ത് അല്ലെങ്കിൽ സർവൈവൽ ലെവലിന്റെ സമയത്ത് എങ്ങനെയാണ് ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, സ്ട്രെസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നോക്കും. ഹിസ് പ്രഷർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. മേ ബി നമ്മളൊരു ഇന്റർവ്യൂവർ മനഃപൂർവ്വം ഡിബേറ്റിലേക്ക് കൊണ്ടുപോകും, ഒരു സാഹചര്യം ഡിബേറ്റ് അല്ലെങ്കിൽ തർക്കത്തിലേക്ക് കൊണ്ടുവരും, അദ്ദേഹം എങ്ങനെയാണ് ആ തർക്കത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യും. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റാത്തൊരു കാര്യം നമ്മൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം അതിന് ഓക്കെ ആണോ, വില്ലിങ് ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യും. ഇൻ ദിസ് കൈൻഡ് ഓഫ് ഇന്റർവ്യൂ ദ കാൻഡിഡേറ്റ്സ് ഈസ് പുട്ട് ടു അഗ്രസീവ് ആൻഡ് ത്രെറ്റനിങ് സിറ്റുവേഷൻ. ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിനെ ആക്രമിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിസ്സംഗത അവസ്ഥ അല്ലെങ്കിൽ ത്രെറ്റനിങ് ഭീഷണിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോയി എത്തിക്കും, ആ ഒരു ഇന്റർവ്യൂവിനെ കൊണ്ടുവന്ന് എത്തിക്കും. സ്ട്രെസ് ഇന്റർവ്യൂവിലാണെങ്കിൽ whose objective is to domicile the candidates and evaluate his ability to manage the difficult situation. എന്താണ് അവിടുത്തെ മെയിൻ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് ഒബ്സർവ് ചെയ്യാനാണ് ഈ ട്രസ്റ്റ് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. മനഃപൂർവ്വം അവരൊരു ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. മേ ബി കൊമേഴ്സ് ഫീൽഡ് ഒക്കെ ആണെങ്കിൽ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് ആണെങ്കിൽ നമ്മൾ പറയും ടാർജറ്റ് ഉണ്ടാവും, നിങ്ങൾ ടാർജറ്റ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ നമ്മളോട് പറയും നിങ്ങൾ ഇത്രയും എമൗണ്ട് ഫിക്സഡ് ആയിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ട്രസ്റ്റ് ചെയ്യും. ട്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സമ്മർദ്ദം ചെലുത്തും. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മളുടെ ആ സമയത്ത് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് സ്കൂളായിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യുന്നത് എന്തിനാ, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ക്യാരക്ടർ മനസ്സിലാക്കി അതനുസരിച്ച് അവരെന്ത് ചെയ്യും, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ് എന്തിൽ നടത്തുന്നത്, ട്രസ്റ്റ് ഇന്റർവ്യൂ നടത്തുന്നത്. ഇനി അടുത്തതാണ് ശരിക്കുള്ള ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ആ കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ പ്രോസസ് പോലെ തന്നെ ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ് നെക്സ്റ്റ്. ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ സ്ട്രിക്ട്ലി ഫോളോ ഓൾ ദ ഫോർമാലിറ്റീസ്. ഫോർമൽ ഇന്റർവ്യൂലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാ ഫോർമാലിറ്റീസും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. പ്രൊസീജിയർ റിലേറ്റിംഗ് ടു കണ്ടക്ട് ഓഫ് ഇന്റർവ്യൂ such as the determination of value, time, span of interviewers, opening and closing, informing the candidates officially, etc.
They are pre-planned, organized based on the job requirements. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്. ഇതിന്റെ പ്രൊസീജിയേഴ്സും അതേപോലെ തന്നെ ഫോർമാലിറ്റീസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അവരെങ്ങനെയാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റ് വാല്യൂ കൊടുക്കും, ടൈം കറക്റ്റ് ആയിരിക്കണം, പഞ്ച്വൽ ആയിരിക്കണം. പാനൽ ഓഫ് ഇന്റർവ്യൂസ് എത്ര പേര് വേണം, അതിന്റെ ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ 10 എന്ന് പറയുന്ന ക്ലോക്കിൽ നമ്മൾ ആ ഇന്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തിരിക്കണം. ഇനി ഇൻഫോമിംഗ് ദ കാൻഡിഡേറ്റ്സ് ഒഫീഷ്യലി, ഇന്റർവ്യൂവിൽ നിങ്ങൾ സെലക്ടഡ് ആയി അല്ലെങ്കിൽ നിങ്ങൾ റിജക്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ ഇൻഫോം ചെയ്യണം. ദേ ആർ പ്രീ പ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. അത് വളരെ കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടായിരിക്കും ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യണേ. ഓരോ ജോബിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇന്റർവ്യൂവറെ പോലെ സെലക്ട് ചെയ്യുമ്പോൾ ആ ജോബിന്റെ റിക്വയർമെന്റ്സിന് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇന്റർവ്യൂവറിനെ പോലും എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഇനി പാനൽ ഓഫ് ഇന്റർവ്യൂ ആണ് കേട്ടോ. നെക്സ്റ്റ് പാനൽ ഓഫ് ഇന്റർവ്യൂ. പാനൽ ഓഫ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ panel of interview includes the panel of specialists to view interview each and every candidates. അപ്പോൾ ഓരോ കാൻഡിഡേറ്റ്സിനെയും ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനൽ ഓഫ് ഇന്റർവ്യൂസ് ഉണ്ടാവും. ഇവാലുവേറ്റ് ദെയർ പെർഫോമൻസ് സെപ്പറേറ്റ്ലി. അപ്പോൾ ഓരോ ഇന്റർവ്യൂവറിന്റെയും പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് ടു ഫോം എ കമ്പൈൻഡ് ഡിസിഷൻ ഓൺ ദ ബേസ് ഓഫ് ഇവാലുവേഷൻ. അവരുടെ ഇവാലുവേഷനിൽ നിന്ന് അവർ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഡിസിഷനിലേക്ക് വരും. ബൈ എവറി സ്പെഷ്യലിസ്റ്റ് by the way of giving weightage to each factors. ഓരോ ഫാക്ടേഴ്സിനും അവർ എന്ത് കൊടുക്കും, വെയിറ്റേജ് കൊടുക്കും. അവർ കമ്പൈൻഡ് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് വരും. പാനൽ ഓഫ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് ആയിരിക്കും ഇന്റർവ്യൂ ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും. ഇന്റർവ്യൂവേഴ്സിന്റെ നമ്പർ കൂടുതലായിരിക്കും. ഓരോ വ്യക്തിയും ഓരോ കാര്യങ്ങളായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്. ഒരാൾ സ്ട്രെസ് ആണ് നോക്കുന്നെങ്കിൽ ഒരാൾ ക്വാളിഫിക്കേഷൻ നോക്കും, ഒരാൾ പേഴ്സണാലിറ്റി നോക്കും, ഒരാൾ ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റി നോക്കും, ഒരാൾ പിന്നെന്താണ് നോളജ്, ജോബ് നോളജിനെ കുറിച്ച് ഡീൽ ചെയ്യും. അങ്ങനെ ഓരോരുത്തരും ഓരോ ടാസ്ക്, ഓരോ കാര്യങ്ങളാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവരെല്ലാവരും ഇവാലുവേറ്റ് ചെയ്യുന്നതിന്റെ ബേസ് ചെയ്യുക കമ്പൈൻഡ് ആയിട്ടുള്ള ഡിസിഷൻ. ഓരോ കാര്യങ്ങൾക്കും ഇങ്ങനെ വെയിറ്റേജ് കൊടുത്ത് കമ്പൈൻഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അത് ഇത്രയും വായിച്ച് കോർ ഇന്റർവ്യൂസ് 4 ടൈപ്സ് വരെയും വായിച്ച എല്ലാവരും. ഓക്കെ, റീഡ് ചെയ്ത് നോക്കില്ല എല്ലാവരും. ഓക്കെ, നോക്കിക്കോ, പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോ ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങള് ഫാസിൽ ഒരു മിനിറ്റ്, തമിഴിൽ ഒരു ഫിലിമാണ് വേലക്കാരൻ എന്ന സിനിമയുടെ പേര്. ഫിലിമിന്റെ പേരെന്താണ്, വേലക്കാരൻ. അപ്പോ ഫാസിലാണ് അതിൽ വില്ലനായിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു ഫിലിം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്.
കണ്ടിട്ടുണ്ട്. ഓക്കെ. അവിടെ ഫസ്റ്റിന്റെ ഇൻട്രോ സീനില് കണ്ടക്ട് ചെയ്യുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ്. ഒരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് ആ ഒരു ഇൻട്രോ സീനിൽ കണ്ടക്ട് ചെയ്യുന്നത്. കാരണം ഒരുപാട് ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യാനുണ്ട്. എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. എല്ലാവരും ജോബിന് വേണ്ടി ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ടൈം സ്ലോ പോകുന്നുണ്ട്. അവർ ഇന്റർവ്യൂവിന്റെ ടൈം പറഞ്ഞിട്ടും ആ ടൈം എന്ത് ചെയ്യാണ്, കഴിഞ്ഞു. എന്നിട്ടും ഇന്റർവ്യൂവിന് അവർ വിളിച്ചിട്ടില്ല. അപ്പൊ എല്ലാവരുടെ ഒപ്പം ആരുണ്ട്, ഇന്റർവ്യൂ ചെയ്യുന്ന ഫാസിലും അതിലുണ്ട്. അപ്പോ ചില ആൾക്കാര് കമ്പനിയിൽ ചീത്ത പറയുന്നുണ്ട്, ചില ആൾക്കാർ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വേറെ വേറെ ഇന്റർവ്യൂവിന് പോണ കാര്യങ്ങൾ ഡീറ്റെയിൽസ് വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോ ആ ഗ്രൂപ്പ് ഇന്റർവ്യൂ കഴിഞ്ഞ് മിസ്സില് ആ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ ഇന്റർവ്യൂ ചെയ്യണം അറ്റ് എ ടൈം, സെയിം ടൈമിൽ തന്നെ ആ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ ഒരുമിച്ച് ഇന്റർവ്യൂ ആണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ആ ഒരു സീൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഈ പറഞ്ഞ സീൻ ഓർമ്മയുണ്ടോ ആ സിനിമയില്? അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ സിനിമ കാണാത്തവരാണ് എന്താണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് നോക്കാം. Group interview is a special situation for interviewing a candidate where several candidates are called for a interview at the same time. Same ടൈമിലായിരിക്കും ഒരുപാട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂ ചെയ്യുന്നത്. അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആണ്, അതിന്റെ ക്യാരക്ടർ ഒക്കെ നോക്കിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, in case where there are large number of candidates for an interview on same day, നമുക്ക് ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ അറ്റ് എ ടൈം സെയിം ഡേയിൽ ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഇന്റർവ്യൂ ഫെസിലിറ്റേറ്റ് ദ ഇന്റർവ്യൂവർ വിത്ത് ദ കപ്പാസിറ്റി ടു ഇവാലുവേറ്റ് ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. അപ്പൊ ഗ്രൂപ്പ് ഇന്റർവ്യൂ ആണ് സാധാരണയായിട്ട് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ അറ്റ് എ ടൈം ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ഓൾസോ ടൈം സേവിംഗ് ടൂൾ ഫോർ ദ ഓർഗനൈസേഷൻ. ഒരു ടൈം സേവിംഗ് ടൂൾ ആയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏത് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. Group interview also provides an opportunity to evaluate the behavior of the candidates in the group. അപ്പൊ ഒരു ഗ്രൂപ്പ് ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു ഗ്രൂപ്പ് ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കാൻഡിഡേറ്റിന്റെ ബിഹേവിയർ എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഗ്രൂപ്പ് ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഒരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് എന്ത് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ അറ്റ് എ ടൈം സെയിം ടൈമിൽ തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്ത ഒരു മെത്തേഡ് ആണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ. നമുക്ക് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ സെയിം ഡേയിൽ തന്നെ ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ആപ്ലിക്കബിൾ ആണ്. ഓർഗനൈസേഷന് ടൈം സേവിംഗ് ആണ്, കോസ്റ്റ് സേവിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് ആണ് ഡെപ്ത് ഇന്റർവ്യൂ. ഡെപ്ത് എന്ന് വെച്ചാല് ഡെപ്ത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന വെച്ചാൽ ആ ഒരു കാൻഡിഡേറ്റ്സിന് നമ്മുടെ ജോബിനെ കുറിച്ചിട്ട് എന്തോരം നോളജ് ഉണ്ട്, എന്തോരം സ്കിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, ഡെപ്ത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. Depth interview are the types of interview in which candidates is evaluated mainly in the core area of the knowledge and skill of the job. ആ ഒരു ജോബിനെ കുറിച്ചിട്ടുള്ള നോളജ് എന്തോരുണ്ട്, അതേപോലെ സ്കിൽ എത്ര സ്കില്ലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെപ്ത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. Candidates are evaluated by the expert in their respective field. അപ്പൊ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സിനോ അവരുടെ റെസ്പെക്റ്റീവ് ഫീൽഡിൽ എങ്ങനെയാണ് അവർ പെർഫോം ചെയ്യുന്നത്, അവരുടെ നോളജ് എന്തോരുണ്ട്, സ്കിൽ എന്തോരുണ്ട് എന്നൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ബട്ട് by putting up appropriate question in order to obtain a significant response from them by initiating the discussion regarding some problematic areas of the job. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സിനോട് എന്ത് ചെയ്യും, എക്സ്പേർട്സ് ആയിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവരെങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസിന് റെസ്പോണ്ട് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഡിസ്കഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ പ്രോബ്ലംസിനനുസരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അവരുടെ സ്കില്ല് അതെങ്ങനെയുണ്ട് എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. And by asking them to describe even a means of activity of job performance, അത് ജോബ് പെർഫോമൻസിനെ കുറിച്ചിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ നമ്മൾ അവരോട് പറയും. ഈ മെത്തേഡിനെയാണ് ഡെപ്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലെക്ചർ ആണ്, ഒരു കൊമേഴ്സ് ലെക്ചറിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അദ്ദേഹത്തിനോട് നമ്മൾ അദ്ദേഹത്തിന് ഏത് ടോപ്പിക്കാണോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിന്റെ നോളജും സ്കില്ലും എന്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഈ ഡെപ്ത് ഇന്റർവ്യൂവിന്റെ മെയിൻ ആയിട്ടുള്ള ജോബ് എന്ന് ചെയ്യുന്നതെന്ന് വെച്ചാല്. ഇനി ജോബ് ആൻഡ് പ്രോബബിൾ ഇന്റർവ്യൂ ആണ് കേട്ടോ.
Job probing interview are mainly designed for evaluate the candidate's knowledge with the respect to the duties, function, job method, critical problems, way to resolve those problems. എങ്ങനെയാണ് ആ ഒരു വ്യക്തി ആ ജോബ് പെർഫോം ചെയ്യുന്നത്, അവരുടെ കാൻഡിഡേറ്റ്സിന്റെ നോളജ് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസും ഫങ്ഷൻസും എങ്ങനെയാണ്, ജോബ് മെത്തേഡ് എങ്ങനെയാണ്, ഈസി ആയിട്ട് എങ്ങനെയാണ് ജോബ് ഹാൻഡിൽ ചെയ്യുന്നത്, ക്രിട്ടിക്കൽ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ അദ്ദേഹം എസ്കേപ്പിംഗ് ഹാബിറ്റ് ഉള്ള ഒരാളാണോ, അല്ലെങ്കിൽ അത് മുന്നിട്ട് നിന്ന് ലീഡ് ചെയ്ത് അത് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന വ്യക്തിയാണോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനാണ് ജോബ് പ്രോബ്ലം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കോർ ഇന്റർവ്യൂസ് ആണ് നോക്കിയത്. കോർ ഇന്റർവ്യൂസിന് മെയിൻ ആയിട്ട് 7 ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ ആണ് നമ്മൾ പറഞ്ഞത്. ആ ഒരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. അദ്ദേഹത്തിനോട് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ വഴി തന്നെ നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. പിന്നെ ട്രസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ ആ കാൻഡിഡേറ്റ്സ് നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് മനഃപൂർവ്വം കൊണ്ടുവന്ന് എത്തിക്കുകയും അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്യും. ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റിലൂടെ തന്നെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. അതിന്റെ ടൈമും കറക്റ്റും കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഫോർമൽ ഇന്റർവ്യൂ ആണ്. പാനൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ പാനൽ ഓഫ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഒരു വ്യക്തിനെ ഇന്റർവ്യൂ ചെയ്യാണ്. അപ്പൊ ഓരോ ഇന്റർവ്യൂവേഴ്സും എന്ത് ചെയ്യണം, ആ വ്യക്തിയുടെ ഓരോ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുകയും ആ പെർഫോമൻസിന്റെ ബേസിൽ അവർക്ക് ഒരു വെയിറ്റേജ് കൊടുക്കുകയും എന്നിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുകയുമാണ് എവിടെ നടത്തുന്നത്, പാനൽ ഇന്റർവ്യൂവിൽ നടത്തുന്നത്. നെക്സ്റ്റ് ആണ് ജോബ് ഇന്റർവ്യൂ. ജോബ് ഇന്റർവ്യൂയിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് ഇന്റർവ്യൂ കേട്ടോ. ഗ്രൂപ്പ് ഇന്റർവ്യൂയിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് അറ്റ് സെയിം ടൈം ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ. ഒത്തിരി വ്യക്തികൾ ഉണ്ടാവും, അവർ അറ്റ് ടൈം നമ്മൾ ഒറ്റയടിക്ക് അതിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യും. ഡെപ്ത് ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഈ ജോബില് ആ നോളജ് സ്കില്ലും എത്രയാണ് ആ വ്യക്തിക്ക് ഉള്ളത് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫീൽഡിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആ അദ്ദേഹത്തോട് ചോദിക്കും. അതിന്റെ റെസ്പോൺസും അദ്ദേഹത്തിന്റെ പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. ജോബ് ആൻഡ് ഫോർബിംഗ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ തന്നെയാണ് ആ കാൻഡിഡേറ്റ്സിന്റെ നോളജ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടും ജോബിനെ കുറിച്ചിട്ടും ജോബ് മെത്തേഡിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ നോളജ് എന്തോരമാണ് ഉള്ളത് എന്നും പ്രോബ്ലംസ് എങ്ങനെയാണ് അദ്ദേഹം സോൾവ് ചെയ്യുന്നത്, പ്രോബ്ലം ഹാൻഡ്ലിംഗ് എങ്ങനെയാണ് എന്നൊക്കെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് ജോബ് പ്രോബ്ലം ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തേ ഇന്റർവ്യൂസ്, കോർ ഇന്റർവ്യൂസ് ഒന്ന് ഫുൾ ആയിട്ടൊന്ന് റീഡ് ചെയ്ത് എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ.
ഓക്കെ, റീഡ് ചെയ്തു എല്ലാവരും? റീഡ് ചെയ്തു. നിങ്ങൾ റീഡ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയോ എനിക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് അത് കേട്ടോ. ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ ആണ്. ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ is another kind of interview taken by concerned department heads. സാധാരണയായിട്ട് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ അതാത് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ് എടുക്കുന്നത്. ജനറലി ദിസ് കൈൻഡ്സ് ഓഫ് ഇന്റർവ്യൂ കണ്ടക്ടഡ് ത്രൂ ഇൻഫോർമൽ ഡിസ്കഷൻ. സാധാരണയായിട്ട് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂസ് ഇൻഫോർമൽ ഡിസ്കഷൻ വഴിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ HR മാനേജറും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. HR മാനേജർ is also supposed to take an interview of the candidates in order to make decision with respect of salary, allowance, benefits, promotion, etc. HR മാനേജർ എന്തിനാ ഇന്റർവ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സാലറി എങ്ങനെയാണ്, സാലറി പാക്കേജ് എങ്ങനെയാണ്, അലവൻസും മറ്റു ബെനിഫിറ്റ്സും പ്രൊമോഷനും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് കാൻഡിഡേറ്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HR മാനേജേഴ്സ് ഇന്റർവ്യൂ ചെയ്യുന്നത്. The department heads and the HR manager communicate their views. സാധാരണയായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും അതേപോലെ തന്നെ HR മാനേജേഴ്സും അവരുടെ വ്യൂസുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആൻഡ് ദെയർ ആഫ്റ്റർ they usually notify the head of the interview board. എന്നിട്ട് ഈ അവരുടെ ഡിസിഷനെ കുറിച്ചിട്ട് ഇന്റർവ്യൂ ബോർഡിന്റെ ഹെഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇന്റർവ്യൂ ബോർഡിന്റെ ഹെഡിനോട് പറയും ഞങ്ങൾ ഇന്നൊരു കാൻഡിഡേറ്റ്സ് ഇന്റർവ്യൂ ചെയ്ത് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്, രണ്ടുപേർക്കും ഓക്കെ ആണ് എന്നുള്ളൊരു കാര്യമാണ്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ആ കാര്യം ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഹെഡ് ഓഫ് ദ ഇന്റർവ്യൂവറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. To the head of the interview board, take the final decision about the candidate's performance and its respective rank in the interview. അപ്പൊ കാൻഡിഡേറ്റ്സിന്റെ പെർഫോമൻസും റെസ്പെക്റ്റീവ് റാങ്കും ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും, ഹെഡ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫൈനൽ ഡിസിഷൻ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ള ഫൈനൽ ഡിസിഷൻ ആരാണ് എടുക്കുന്നത്, കാൻഡിഡേറ്റ്സ് ഹെഡ് ആണ് നമ്മുടെ ഇന്റർവ്യൂവിന്റെ ഹെഡ്, ഇന്റർവ്യൂ ബോർഡിന്റെ ഹെഡ് ആണ് ആ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോ ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ സാധാരണയായിട്ട് നോർമലി കണ്ടക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും HR മാനേജേഴ്സ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഇൻഫോർമൽ ഡിസ്കഷൻ പോലെ തന്നെയാണ്. എന്നാലും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം എന്ന് ഇവാലുവേറ്റ് ചെയ്യും. അത് ആരായിട്ട് ഡിസ്കസ് ചെയ്യും, HR മാനേജറായിട്ട് ഡിസ്കസ് ചെയ്യും. HR മാനേജേഴ്സ് ആയിരിക്കും അവരുടെ ഡിസിഷൻ ആരോട് HR മാനേജറും ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും കൂടി അവരുടെ ഡിസിഷൻ എന്താണെന്നുള്ളത് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഹെഡ് ഓഫ് ദ ഇന്റർവ്യൂവറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇന്റർവ്യൂവർ ആണ് ഫൈനൽ ഡിസിഷൻ, അദ്ദേഹത്തിന്റെ പെർഫോമൻസും റാങ്ക് ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ആരാണ്, ഇന്റർവ്യൂവർ ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഫോർമൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എനിക്ക് പോർഷൻ എടുക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും വരാണെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് അപ്പൊ തന്നെ ക്ലാരിഫൈ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കണേ. ഇനി ഇന്റർവ്യൂ പ്രോസസ് ആണ്. ഇന്റർവ്യൂ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂയുടെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. ഇന്റർവ്യൂയുടെ സ്റ്റെപ്സ് നമുക്ക് മെയിൻ ആയിട്ട് 4. ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ദ ഇന്റർവ്യൂ. പ്രിപ്പയർ ചെയ്യാൻ നമ്മളൊരു വലിയ ടാസ്ക് ആണ്. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഫസ്റ്റ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ. ദെൻ സെക്കൻഡ് ആണ് കണ്ടക്ടിങ് ഇന്റർവ്യൂ നടത്താന്നുള്ളത്. ദെൻ ക്ലോസിംഗ് ദ ഇന്റർവ്യൂ അവസാനിപ്പിക്കുക. ആൻഡ് ഇവാലുവേറ്റ് ദ ഇന്റർവ്യൂ റിസൾട്ട്. നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തതിന്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ഈ 4 സ്റ്റെപ്സ് ആണ് എന്തിനുള്ളത്, ഇന്റർവ്യൂ പ്രോസസ്സിന് ഉള്ളത്. നമുക്ക് നോക്കാം. The several steps followed while conducting an interview are as അതിൽ ഫസ്റ്റ് പറയുന്ന പ്രിപ്പറേഷൻ ഫോർ ദ ഇന്റർവ്യൂ ആണ്. ആദ്യം പറയുന്ന സ്റ്റെപ്സ് എന്താണ്, പ്രിപ്പറേഷൻ for the interview. The preparation of the interview should be well in advance because it also helps in converting the most important aspect, but also helps the interviewer to learn relevant facts that may be required during the interview. അപ്പോൾ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുൻകൂട്ടി ചെയ്യണം, അഡ്വാൻസ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ ഫാക്ട്സോ അക്യൂർ ചെയ്യാനായിട്ട് നമ്മളത് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ഹെൽപ്ഫുൾ ആണ്. The preparation that are required to be done by the organization are as follow. എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്റർവ്യൂ
ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് താഴെ പറയുന്നത്. The type of interview to be conducted should be selected according to the requirement of the job. ഏത് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ വേണം കണ്ടക്ട് ചെയ്യാന്നുള്ളത് ആ ജോബിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇൻഫോർമൽ ഇന്റർവ്യൂ വേണോ ഓർ സ്ട്രെസ് ഇന്റർവ്യൂ വേണോ, അത് ഓരോ ജോബിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് ഏത് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഫസ്റ്റ് സെലക്ട് ചെയ്യാം. The main objective of interview process should be determined and understanding and the skill encompassed by the candidates as per the demand and nature of the job. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റ്സിന്റെ സ്കില്ല് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അത് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ജോബിന്റെ ഡിമാൻഡും നേച്ചറും അനുസരിച്ച് ഓക്കെ ആണോ കാൻഡിഡേറ്റ്സിന്റെ സ്കില്ലും എബിലിറ്റി എന്ന് ഇവാലുവേറ്റ് ചെയ്യലാണ് രണ്ടാമത്തെ പ്രോസസ്സ്. The number of interviewer will be conducted and interview should be clearly specified. എത്ര ഇന്റർവ്യൂവർ വേണം, എത്ര നമ്പർ ഓഫ് ഇന്റർവ്യൂവർ വേണം ആ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കണം. The data collected about the applicant through other selection process should be reassessed. നമ്മൾ ആ ഇന്റർവ്യൂവിന് മുമ്പായിട്ട് ആപ്ലിക്കേഷൻ ഫോമോ മറ്റെന്തെങ്കിലും കാര്യം വഴി ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കളക്ട് ചെയ്ത ഡാറ്റാസ് കറക്റ്റ് ആയിട്ട് അസസ് ചെയ്യണം. Beside this, the score obtained should be reevaluated and the reliability of the method used must be checked. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂവിന് മുമ്പായിട്ട് അവര് ടെസ്റ്റില് സെലക്ഷൻ ടെസ്റ്റിൽ സ്കോർ ചെയ്തിരിക്കുന്ന മാർക്കുകൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അതിന്റെ റിയലബിലിറ്റി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ സെലക്ഷൻ ടെസ്റ്റിൽ എന്താണ് അറ്റൻഡ് ചെയ്തപ്പോഴത്തെ സ്കോറും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കും എന്തിലേക്ക് വരുന്നത്, നമ്മൾ ഇന്റർവ്യൂവിലേക്ക് വരുന്നത്. All the decision regarding the techniques to be used. അപ്പൊ നമ്മൾ ആ ടെക്നിക്സ് യൂസ് ചെയ്തപ്പോൾ എടുത്തിരിക്കുന്ന ഡിസിഷൻസ് എല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. The area to be covered. നമ്മൾ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. The questions to be asked. നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. Should be prepared well in advance. ഞാൻ പറഞ്ഞില്ലേ മുൻകൂട്ടി അതെല്ലാം തീരുമാനിച്ചിട്ടുണ്ടാവും. As per the organizational planning. ഓർഗനൈസേഷണൽ പ്ലാൻസ് അനുസരിച്ച് ഓൾറെഡി ഇന്റർവ്യൂവറോട് കാൻഡിഡേറ്റ്സിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. The place where interview is to be conducted should be set in such as the way the interviewer and the applicant both feel comfortable. എന്നുവെച്ചാൽ ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഉള്ള രീതിയിൽ ഇന്റർവ്യൂവിനുള്ള പ്ലേസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഒരു ഇന്റർവ്യൂവറും അതേപോലെ കാൻഡിഡേറ്റ്സും ഒരു ഫീൽ ഓഫ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീൽ തോന്നുന്ന രീതിയിലുള്ള ഒരു പ്ലേസ് ആണെങ്കിൽ കുറച്ചും കൂടി പ്രിഫറബിൾ ആണ്, നല്ലൊരു രീതിയിൽ പ്രിഫറബിൾ ആണ്. അപ്പൊ പ്ലേസ് എവിടെയാണെന്നുള്ളത് അതൊന്ന് സെറ്റ് ചെയ്യണം. എവിടെ ഇന്റർവ്യൂ ഹോൾ എവിടെയാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യേണ്ടതെന്ന് ഒബ്സർവ് സെറ്റ് ചെയ്യേണ്ടത് നല്ലതായിരിക്കും. നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ഇന്റർവ്യൂ ആണ് പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ അതിന്റെ റിക്വയർമെന്റ്സ്, ജോബിനെ കുറിച്ചിട്ടുള്ള നോളജ് വേണം. നമ്മൾ എന്തിന്റെ ബേസിലാണ് അവരെ അപ്പോയിന്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. ഇന്റർവ്യൂ പ്രോസസ്സ് എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അതേപോലെ ജോബിന്റെ ഡിമാൻഡ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാം. മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അതേപോലെ എത്ര നമ്പർ ഓഫ് ഇന്റർവ്യൂസ് വേണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാം. അവര് നേരത്തെ സെലക്ഷൻ മെത്തേഡിലൂടെ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതേപോലെ അവർക്ക് സ്കോർ ചെയ്തിരിക്കുന്ന മാർക്ക് ഒന്നും കൂടി നോക്കാം. ഇനി നമ്മൾ ഏത് ടെക്നിക്സ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. അതേപോലെ ഏതൊക്കെ ഏരിയസ് നിന്നുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണം അതൊക്കെ ഒന്ന് പ്രീ പ്ലാൻ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ എവിടെയാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഏകദേശ ധാരണയും ഉള്ളത് നല്ലതായിരിക്കും. ഒന്ന് റീഡ് ചെയ്തേ പ്രിപ്പറേഷൻ ഫോർ ദ ഇന്റർവ്യൂ.
ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തില്ലേ? ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരാണ്. കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ ആണ്. ദിസ് സ്റ്റെപ്സ് ഓൾ ത്രൂ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആണ് കണ്ടക്ടിങ് ദ ഇന്റർവ്യൂസ്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. സാധാരണയായിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് അധികം മാനേജേഴ്സ് ഒന്നും തയ്യാറാവില്ല. കാരണം അവരെടുക്കുന്ന തീരുമാനം മേ ബി ഓർഗനൈസേഷന് ഫേവറബിൾ അല്ലെങ്കിൽ മേ ബി അവരുടെ ഒരു ജോബ് പൊസിഷനും കൂടി അതൊരു പ്രശ്നമാവും. Maximum number of managers are unwilling to take on this job, as they find this function the most complicated one in entire interview process. അപ്പോ കണ്ടക്ട് ചെയ്യാന്നുള്ളത്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇന്റർവ്യൂവിന് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാന്നുള്ളതാണ്. There are certain tasks that are to be performed by the interviewer while carry out the interview. നമ്മളൊരു ഇന്റർവ്യൂ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടാസ്കുകൾ പെർഫോം ചെയ്യേണ്ടതാണ്. സം ഓഫ് ദം ആർ ആസ് ഫോളോ. ആ ഇന്റർവ്യൂ ഓപ്പൺ ചെയ്യാം, എങ്ങനെയാണ് ആ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഗെറ്റ് കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻസ്. നമുക്ക് എങ്ങനെയാണ് അവരുടെ കംപ്ലീറ്റും ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്? Then recording of the observation and impression. അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനും ഇംപ്രഷനും എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഇന്റർവ്യൂ പ്രോസസ്സിന്റെ ഒരു സ്റ്റെപ്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. കണ്ടക്ടിങ് ഇന്റർവ്യൂ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർവ്യൂവിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കണ്ടക്ട് ചെയ്യാനാണ്. ഓപ്പണിംഗ് ദ ഇന്റർവ്യൂ. ഇൻ ഓർഡർ ടു മേക്ക് ദ ഇന്റർവ്യൂ comfort and confidence, the interviewer opens the interview with great enthusiasm, effective voice and personality. നമ്മൾ ഒരാൾ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വിഷ് ചെയ്തിട്ട് ഇതിന്റെ പേര് പറഞ്ഞ തന്നെ വിഷ് ചെയ്യാം. അതെ, നമ്മളൊരു കാൻഡിഡേറ്റ്സ് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഗുഡ് മോർണിംഗ് നെയിമും കൂടി പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു ഹാപ്പിനെസ് ആണ്. നമ്മൾ ആ പ്ലേസിൽ ഇരിക്കാൻ പറയാം അദ്ദേഹത്തോട്. ബൈ ദിസ് ഹീസ് കേപ്പബിൾ ഓഫ് ഏണിംഗ് ദ കാൻഡിഡേറ്റ്സ് ട്രസ്റ്റ്. അപ്പൊ തന്നെ നമ്മൾ കാൻഡിഡേറ്റ്സിന്റെ ട്രസ്റ്റ് ഏൺ ചെയ്യാണ്. നമ്മൾ ആ പേര് പറഞ്ഞു തന്നെ അവരെ വിളിക്കുകയാണെങ്കിൽ അവർക്കൊരു ഫീൽ തോന്നും, എന്നറിയാം സാറിനെ എന്നെ കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസ് കിട്ടും. ഗെറ്റ് complete and accurate information. The interviewer must accumulate the complete and extract information about the applicant regarding his qualification, experience, knowledge, behavior, outlook and skill. Use the planned interview. ആ planned interview എന്തെല്ലാം കാര്യങ്ങളൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, എക്സ്പീരിയൻസ് എന്താണ്, നോളജ് എന്താണ്, ബിഹേവിയർ എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഔട്ട്ലുക്ക്, സ്കിൽസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളക്ട് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് റെക്കോർഡിംഗ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ഇംപ്രഷൻ. നമ്മൾ ഈ ഓരോ കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ടു ചെക്ക് വെദർ ദ ആപ്ലിക്കന്റ് ഈസ് സ്യൂട്ടബിൾ അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്സ് ഓർ നോട്ട്. നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ആപ്ലിക്കന്റ് സ്യൂട്ടബിൾ ആണോ അല്ലേ എന്ന് ഇവാലുവേറ്റ് ചെയ്യും. ദ ഇന്റർവ്യൂവർ നീഡ്സ് ടു റെക്കോർഡ് ദ ഫീഡ്ബാക്ക്, ഇംപ്രഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ് ദാറ്റ് കം ഇൻ ടു ഹിസ് മൈൻഡ് ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ പ്രോസസ്. നമുക്ക് ആ ഇന്റർവ്യൂ പ്രോസസ്സിന്റെ സമയത്ത് നമ്മളെ കാൻഡിഡേറ്റ്സ് ആ ഒരു ജോബിന് ഓക്കെ ആണോ എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ അത് എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക്, ഈ കാൻഡിഡേറ്റ്സ് ഓക്കെ ആണ്, വെയിറ്റേജ് കൊടുക്കുകയാണെങ്കിൽ 10 out of 10, 10 out of 9 അങ്ങനെ നമ്മൾ വെയിറ്റേജ് കൊടുക്കുകയും ചെയ്യും. അപ്പോ കണ്ടക്ടിങ് ഇന്റർവ്യൂ ആണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ക്ലോസിംഗ് ഇന്റർവ്യൂ ഉണ്ട്. നാച്ചുറലി കണ്ടക്ടിങ് ഇന്റർവ്യൂസ് ഈക്വലി ഇമ്പോർട്ടന്റ് ആസ് സ്റ്റാർട്ടിങ്. നമ്മൾ ക്ലോസിംഗ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ്. സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ക്ലോസ് ചെയ്യാന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. The closing of the interview process should be friendly and must be finished in a certain time limit without giving any negative vibe to the applicant. അപ്പൊ നമ്മൾ ആ ഇന്റർവ്യൂ നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ക്ലോസ് ചെയ്യാൻ നോക്കാം. ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് തന്നെ ഇൻഫോം ചെയ്യാം, നെക്സ്റ്റ് ഡേ ഇൻഫോം ചെയ്യാം എന്ന് മെയിൽ ചെയ്യും. ഇന്റർവ്യൂവിനോട് പറയും, നിങ്ങൾ ഇന്റർവ്യൂ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൽ ചെയ്യുന്നതായിരിക്കും എന്ന് നമ്മൾ അവരോട് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വെറുതെ ഡൗട്ട് ഒന്നും വരാതിരിക്കാനായിട്ട് അത് ഹെൽപ്ഫുൾ ആണ്. ഇനി ഇവാലുവേഷൻ ഓഫ് ഇന്റർവ്യൂ റിസൾട്ട്. ഇന്റർവ്യൂ പ്രോസസ്സിന്റെ ലാസ്റ്റ് സ്റ്റെപ്സ് ആണ് ഇത് ഇവാലുവേഷൻ. ആഫ്റ്റർ ദ ക്ലോഷർ ഓഫ് ഇന്റർവ്യൂ, നമ്മൾ ഇന്റർവ്യൂ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഇവാലുവേഷൻ ഇസ് ഡൺ ബൈ ദ ഗ്രൂപ്പ് ഓഫ് എക്സ്പീരിയൻസ് ഇന്റർവ്യൂവർ. ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്റർവ്യൂവേഴ്സ് ആണ്. This evaluation is carried out in order to determine the positive as well as negative aspect of the candidate.
എന്തെല്ലാം കാര്യങ്ങളാണ് ഇവാലുവേറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സും അതേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സും നമ്മൾ എന്ത് ചെയ്യാണ് ഇവാലുവേറ്റ് ചെയ്യണം. അപ്രൈസൽ ഓഫ് ദി ഇന്റർവ്യൂ റിഗാർഡിംഗ് മെയിൻലി അഫക്ട് ദ സെലക്ഷൻ പ്രോസസ്സ്. ആ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ മെയിൻ ആയിട്ട് അതിന്റെ selection process evaluate ചെയ്യണം. Is based on the observation made by the interviewer and the information collected during the entire process. നമ്മൾ കിട്ടിയിട്ടുള്ള ഒബ്സർവേഷന്റെ ബേസിലും ഇന്റർവ്യൂന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നല്ല രീതിയിൽ എന്ത് ചെയ്യാണ് ഇവാലുവേറ്റ് ചെയ്യാണ്. ബൈ അസസിങ് ദ റിസൾട്ട് ഓഫ് ദ ഇന്റർവ്യൂ. നമ്മൾ ആ ഒരു ഇന്റർവ്യൂവിന്റെ റിസൾട്ട് അസസ് ചെയ്യാണ്, മനസ്സിലാക്കുകയാണ് എന്താണ് അതിന്റെ റിസൾട്ട്. The interviewer should make sure that the skills and qualification of the applicant should be fulfill the requirement of the job. എന്താ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ജോബിന് വേണ്ട റിക്വയർമെന്റ്സ് നമ്മുടെ കാൻഡിഡേറ്റ്സിന് ഉണ്ടോ, അദ്ദേഹത്തിന് അതിൻ്റെതായ ക്വാളിഫിക്കേഷനും സ്കിൽസും ഉള്ള കാൻഡിഡേറ്റ്സിനെ തന്നെയാണോ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇവാലുവേഷൻ ഓഫ് ഇന്റർവ്യൂ റിസൾട്ട്. നമ്മൾ കണ്ടക്ട് ചെയ്ത ഇന്റർവ്യൂ സക്സസ് ആവണോ ഫെയിലിയർ ആവണോ തീരുമാനിക്കുന്ന ഇവാലുവേഷൻ പ്രോസസ്സിൽ തന്നെയാണ് ഒരു കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇവാലുവേഷൻ ആണ് അപ്രൈസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഇവാലുവേഷൻ. ഇന്റർവ്യൂവിന്റെ ഗ്രേഡ് അനുസരിച്ച് സെലക്ഷൻ പ്രോസസ് അനുസരിച്ച് ഓരോ വ്യക്തിനെയും ഓരോ കാൻഡിഡേറ്റ്സിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. അവിടെ റിസൾട്ട് ആണ്, ഇന്റർവ്യൂവിന്റെ റിസൾട്ട് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്തത്. ഓരോ കാൻഡിഡേറ്റ്സിനും ആ ജോബിനോട് വേണ്ട റിക്വയർമെന്റ് സ്കിൽസ് ഉണ്ടോ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോ ഇത്രയുമാണ് ഇന്റർവ്യൂ പ്രോസസ്സ്. ഞാൻ വേഗം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്നാണ് തേർഡും ഫോർത്തും പോയിന്റ്സ് വേഗം പറഞ്ഞത്. നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. മോക്ക് ടെസ്റ്റ് തരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു ഓൾ.